എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആട് 3 ടീസർ റിലീസിനെത്തുന്നു. അതുപോലെ ബൾട്ടി, ചത്താപ്പച്ച, വിത്ത് ലവ് സിനിമകൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം ആക്ഷൻ ബോക്സിംഗ് ത്രില്ലർ സിനിമയാണല്ലോ ചത്താപ്പച്ച. തിയേറ്ററുകളിൽ വലിയ ആവേശം സൃഷ്ടിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. അങ്ങനെ സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഈ ആഴ്ച OTT റിലീസിന് ഒരുങ്ങുകയാണ്. അതായത് ഫെബ്രുവരി 19 മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. ജിത്തു ജോസഫ്, മോഹൻലാൽ കൂട്ടുകെട്ടിൽ മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണല്ലോ ദൃശ്യം 3. ഇപ്പോഴത്തെ സിനിമയുടെ പുതിയ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും നിഗൂഢതകൾ നിറഞ്ഞ പുതിയ അധ്യായത്തിനായി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിത്രം 2026 ഏപ്രിൽ 2-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായിരുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. നേരത്തെ ഫെബ്രുവരി 14 തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്ത സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. ഇപ്പോഴത്തെ പുതിയ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് മൂവി ടീം. യൂത്ത്, ടോക്സിക്, ദുരന്തർ 2 എന്നീ വമ്പൻ സിനിമകളോടൊപ്പം മാർച്ച് 19 LIK തിയേറ്ററുകളിലേക്ക് എത്തും എന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് മൂവി ടീമിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. റൊമാൻറ്റിക് കോമഡി ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. ആക്ഷൻ പാക്ഡ് ദൃശ്യങ്ങളുമായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം ബിഗ് ബഡ്ജറ്റ് ചിത്രമാണല്ലോ അതിരടി. ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് ചിത്രത്തിലെ 5ാമത്തെ ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു എന്നതാണ് ഈ പോസ്റ്ററിന്റെ പ്രത്യേകത. ഒരു കരുത്തുറ്റ കഥാപാത്രമായാണ് ഷാൻ റഹ്മാൻ ഈ ചിത്രത്തിൽ വേഷമിടുന്നത്. സംഗീതത്തിനപ്പുറം അഭിനയത്തിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ്. മെയ് 14 ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. വമ്പൻ താരനിര അണിനിരക്കുന്ന ഈ ചിത്രം ഒരു കംപ്ലീറ്റ് മാസ് എന്റർടൈനർ ആയിരിക്കുമെന്ന സൂചനയാണ് പോസ്റ്ററുകൾ നൽകുന്നത്. ജിത്തു സതീശൻ സംവിധാനം ചെയ്ത് സിദ്ധാർത്ഥ് വർദ്ധൻ, വിനീത്, അസ്കർ അലി എന്നിവർക്ക് പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ സംഭവം അധ്യായം 1. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി ഇപ്പോൾ മൂവി ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. മാർച്ച് 6-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ മൂവി ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. ചിക്കമ്മ എന്ന ഇൻഡസ്ട്രി ഹിറ്റിലൂടെ തരംഗമായ വെങ്കയ്യോ തന്റെ ആദ്യ മലയാള ചിത്രവുമായി എത്തുന്നു. ടിനു പാപ്പച്ചൻ, ജസ്റ്റിൻ വർഗീസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കൊല്ലം കോട്ടക്കമ്പനി എന്ന ചിത്രത്തിലൂടെയാണ് വെങ്കയ്യോയുടെ മലയാളത്തിലേക്കുള്ള ചുവടുവയ്പ്. ഇന്ത്യ മ്യൂസിക് രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ വെങ്കയ്യോ ടിനു പാപ്പച്ചന്റെ മാസ് എനർജിയിൽ ഒരുങ്ങുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ചേരുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം കൂടിയാകുമ്പോൾ ചിത്രം തിയേറ്ററുകളിൽ ഒരു ദൃശ്യ ശ്രാവ്യ വിരുന്ന് തന്നെയാകുമെന്ന് ഉറപ്പാണ്. ഗോകുലം മൂവീസ് നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശാ ശരത് എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ മലയാളം സിനിമയാണല്ലോ ആശകളായിരം. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി 10 ദിവസം പിന്നിടുമ്പോൾ സിനിമയുടെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തുവന്നിരിക്കുകയാണ്. ആദ്യ 10 ദിവസം കൊണ്ട് ചിത്രം 5,50,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് നോക്കിയാൽ 6 to 7 കോടി റേഞ്ചിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. അപ്പോൾ ലോ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് കടക്കുകയാണ്. അഭിഷൻ, അനശ്വര രാജൻ കോംബോയിൽ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ വിത്ത് ലവ്. മദൻ സംവിധാനം ചെയ്ത ഈ റൊമാൻറ്റിക് കോമഡി ഡ്രാമ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് മാസം പകുതിയോടെ വിത്ത് ലവ് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യും. സൂര്യ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ കറുപ്പ്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തുവന്നിരിക്കുകയാണ്. ആക്ഷൻ ഡ്രാമ ത്രില്ലർ ജോണറിൽ എത്തുന്ന ചിത്രം 2026 മെയ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ മൂവി ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പുതിയൊരു പോസ്റ്ററിനൊപ്പമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. കാത്തിരിക്കാം കറുപ്പ് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി. കൃഷാന്ത് സംവിധാനം ചെയ്ത് രജിഷ വിജയൻ നായികയെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മസ്തിഷ്ക മരണം. ഒരു വ്യത്യസ്ത കഥ പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 27-ന് ചിത്രം ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്.
ഷറഫുദ്ദീൻ നായകനായെത്തുന്ന മധുമിതു എന്ന സിനിമയുടെ കൂടി റിലീസ് പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഫെബ്രുവരി 6 തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തെങ്കിലും പിന്നീട് റിലീസ് മാറ്റുകയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുതുക്കിയ റിലീസ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതുപ്രകാരം മെയ് 1 ഈ കോമഡി എന്റർടൈനർ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഡിജിറ്റൽ ചതിക്കുഴികളും കാസർഗോഡിന്റെ തനിമയും കോർത്തിണക്കിക്കൊണ്ട് പുനീത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഹൈപ്പർലിങ്ക് സൈബർ ത്രില്ലർ ചിത്രമാണല്ലോ അച്യുത അവതാരം. മാളവികാനന്ദൻ, അവിനാഷ്, സീമാജി നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഈ ചിത്രം വേറിട്ടൊരു സിനിമാനുഭവം തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക. ആനന്ദ് മീനാക്ഷി ദൃശ്യാവിഷ്കാരം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതം പകരുന്നത് പ്രസന്നകുമാർ MS ആണ്. ഏറെ ആകാംക്ഷയുണർത്തുന്ന ഈ ചിത്രം 2026 മെയ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഗോപി അച്ചറ സംവിധാനം ചെയ്ത് വെനല കിഷോർ, ശ്രാവണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഹേ ബൽവന്ത്. സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഹേ ഭഗവാൻ എന്ന ടൈറ്റിലിൽ നിന്നും മാറ്റം വരുത്തിയിരിക്കുകയാണ് ചിത്രം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ബോബി സഞ്ജയ് തിരക്കഥയൊരുക്കിയ ഈ ചിത്രം ഒരു മികച്ച ആക്ഷൻ ത്രില്ലർ അനുഭവമായിരിക്കും സമ്മാനിക്കുക എന്ന് ഉറപ്പാണ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഈ വരുന്ന ഫെബ്രുവരി 20 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ്. വമ്പൻ താരനിര അണിനിരക്കുന്ന ഈ ത്രില്ലർ ചിത്രം കാണാൻ സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലാണ്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ മലയാളം സിനിമയാണല്ലോ ഖലീഫ. നേരത്തെ തന്നെ ഓണം റിലീസ് ലോക്ക് ചെയ്ത സിനിമയ്ക്ക് ഇനി 100 ദിവസത്തെ ഷൂട്ട് കൂടി മാത്രം ബാക്കിയെന്ന് അറിയാനായി കഴിയുന്നു. നിലവിൽ ചിത്രത്തിന്റെ ഷെഡ്യൂൾ ഷൂട്ടിംഗ് കോഴിക്കോട് വെച്ചാണ് പുരോഗമിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ വരുന്ന ഹോളി നാളുകളിൽ പുറത്തിറക്കാനായി മൂവി ടീം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കാത്തിരിക്കാം കൂടുതൽ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ അറിയാനായി. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ ജയസൂര്യ നായകനായി വരാനിരിക്കുന്ന മലയാളം സിനിമ ആട് 3 ഏപ്രിൽ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ടീസർ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് മൂവി ടീം. ക്യാരക്ടർ പോസ്റ്ററിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച സിനിമയുടെ ടീസർ മാർച്ച് 1 റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാജി പാപ്പനും സംഘവും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തോടെയാണ് ആരാധകരെല്ലാം ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. സൗബിൻ ഷാഹിർ, നവ്യ നായർ കോംബോയിൽ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പാതിരാത്രി. രതീന സംവിധാനം ചെയ്ത സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. C5 ഇന്ത്യ ഒഫീഷ്യലായി സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച ഫെബ്രുവരി 29 പാതിരാത്രി C5 വഴി OTT റിലീസ് ചെയ്യും. ഷെയ്ൻ നിഗം നായകനായി ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത് ആക്ഷൻ കോമഡി ഡ്രാമ ജോണറിൽ പുറത്തിറങ്ങിയ മറ്റൊരു മലയാളം സിനിമയാണല്ലോ ബൾട്ടി. തിയേറ്ററിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസ് നേടിയ സിനിമയുടെ OTT റിലീസിനായി നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാവായ സന്തോഷ് കുരുവിള മനസ്സ് തുറന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസ്, മനോരമ മാക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നും അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബൾട്ടി പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുമെന്നുമാണ് താരം പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 27 എക്സ്പെക്റ്റഡ് ഡേറ്റ്. അപ്പോൾ കാത്തിരിക്കാം ഇനി പ്രൈം വീഡിയോസിന്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ പോസ്റ്ററിനായി.